കൊച്ചി മരടിൽ കള്ളവോട്ടെന്ന് പരാതി. NDA സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ പേരിലാണ് കള്ളവോട്ട് നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് BJP പറഞ്ഞു. NDA മരട് മുനിസിപ്പാലിറ്റി 20ാം ഡിവിഷൻ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ അമ്മ മണി രാധാകൃഷ്ണന്റെ പേരിലാണ് ഈ കള്ളവോട്ട്. വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് മറ്റൊരാൾ വോട്ട് ചെയ്തതായി അറിയുന്നത്. ഈ BJP പ്രവർത്തകർ ചലഞ്ച് ചെയ്തതിനെ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുവാദത്തോടെയാണ് മണി രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത് മടങ്ങിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണല്ലോ താങ്കൾ ഇപ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ വോട്ട് ദുരുപയോഗം ചെയ്തു എന്ന് അറിയുന്നത്? പരാതി നൽകിയോ? വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ കൊച്ചി മരടിൽ നിന്ന് ലഭിക്കുന്നത്. കൊച്ചി മരടിൽ കള്ള വോട്ടിട്ടിരിക്കുന്നു. വീണ്ടും NDA സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ പേരിലാണ് ഈ കള്ള വോട്ട് നടന്നത്. അവിടെ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കള്ള വോട്ട് ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് ഈ കള്ളവോട്ട് അല്ലെങ്കിൽ വോട്ട് ദുരുപയോഗം ചെയ്തു എന്ന് ഈ മണി രാധാകൃഷ്ണന് മനസ്സിലാകുന്നത്? പരാതി നൽകിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? ശരി, നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവം അറിയുന്നത് 9 മണിയോട് കൂടിയാണ് മണി രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാനായി എത്തുന്നത്. BJP മരട് മുനിസിപ്പാലിറ്റിയിലെ NDA സ്ഥാനാർത്ഥി 20ാം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായ പ്രദീപ് കുമാറിന്റെ അമ്മയാണ് മണി രാധാകൃഷ്ണൻ. വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ മറ്റൊരാൾ വോട്ട് ചെയ്തതായി മനസ്സിലാകുന്നു. ഈ ഒരു ഘട്ടത്തിൽ അവർ പരാതി നൽകുന്നുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഒപ്പം തന്നെ പുറത്തിറങ്ങിയ ശേഷം തന്റെ മകൻ സ്ഥാനാർത്ഥിയായ പ്രദീപ് കുമാറിനോടടക്കം പരാതി പറഞ്ഞു. തുടർന്നാണ് പ്രവർത്തകരെത്തി പ്രിസൈഡിംഗ് ഓഫീസറോട് നേരിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് വ്യക്തമാക്കിയത്. തുടർന്ന് ഈ കള്ളവോട്ട് ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ മണി രാധാകൃഷ്ണൻ എത്തുന്നതിന് മുമ്പ് ആരാണ് ചെയ്തിട്ട് പോയതെന്നടക്കമുള്ള കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും ഒപ്പം തന്നെ നിലവിൽ ചലഞ്ച് ചെയ്ത സാഹചര്യത്തിൽ മണി രാധാകൃഷ്ണന് വോട്ട് ചെയ്യാനുള്ള അവസരം കൂടി നൽകിയിരിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വോട്ട് ചെയ്ത അതിന് ശേഷമാണ് BJP പ്രവർത്തകർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മണി രാധാകൃഷ്ണനെ വോട്ട് ചെയ്യാൻ അനുവദിച്ചു. പിന്നീട് അതിനുശേഷമാണ് മടങ്ങിയത്. പല ഭാഗത്തും ഇത്തരത്തിൽ കള്ളവോട്ട് പരാതികൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മരട്ടിൽ കള്ളവോട്ട് ചെയ്തതായി വ്യക്തമായിരിക്കുന്നത്. സാധാരണഗതിയിൽ സ്ഥലത്തില്ലാത്ത ആളുകളുടെ പേരിലടക്കം ഇത്തരം കള്ളവോട്ടുകൾ നടക്കാറുണ്ട്. എന്നാൽ ഈ സ്ഥലത്തുള്ളതും വോട്ട് ചെയ്യാൻ എത്തുന്നതുമായ ഒരാളുടെ പേര് വരുമ്പോൾ ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ 20ാം ഡിവിഷൻ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ അമ്മ മണി രാധാകൃഷ്ണന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നും ഈ മരടിൽ മുനിസിപ്പാലിറ്റിയിലെ മറ്റു ഡിവിഷനുകളിലും സമാനമായ രീതിയിൽ വോട്ട് ചേർക്കലോ അല്ലെങ്കിൽ കള്ളവോട്ടിങ്ങോ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വിശദമായ പരിശോധന നടത്തണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ BJP മരട് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മരടിലാണ് ഈ കള്ള വോട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ആശങ്കാജനകമാണ് കാര്യങ്ങൾ. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളവോട്ടൊക്കെ നടക്കുന്നു. ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമല്ല. എന്തായാലും പോലീസിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ജിജീഷ് കരുണാകരൻ നൽകുന്ന വിവരം.